കഴിഞ്ഞ 2 മണിക്കൂറായി തെണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പ്, ഒരു ഹാമ്പർ ഷോപ്പ് ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോയാൽ. ഒരിടത്ത് ചോദിച്ചാൽ പറയും അപ്പുറത്താണ്, അപ്പുറത്ത് ചോദിച്ചാൽ പറയും ഇപ്പുറത്താണ്. അതെ, നമ്മൾ ഈ പെരുമ്പ മൊത്തം ചുറ്റി. നമ്മൾ എന്തിനാ ഈ ഹാമ്പർ ഷോപ്പ് തപ്പി അടക്കുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ഫ്രണ്ടുണ്ട് ജോ, അവളെ ബർത്ത്ഡേ ആണ് വരുന്ന ദിവസം. അപ്പോൾ അവളുടെ ഫാമിലി, അവളുടെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു അവൾക്ക് ഒരു ഗിഫ്റ്റ്, അതായത് ഫാമിലീൻ്റെ വക ഒരു ഗിഫ്റ്റ് കൊടുക്കണം. അപ്പം ഒരു ഹാമ്പർ പോലെ ആക്കിയിട്ട് അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വെച്ചാൽ ഓക്കെ, നമ്മൾ സെറ്റാക്കാന്നൊക്കെ പറഞ്ഞ് സാധനം ഒരു ഹാമ്പറിൻ്റെ കട കിട്ടി. അവിടെ പോയി നമ്മൾ അവിടെ നിന്ന് വന്ന കാര്യം മറന്ന് അവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യുക. മുട്ടായിക്ക് എത്രയാ വില, അടുത്ത ഇലയ്ക്ക് എത്രയാ വില, പൂവിന് എത്രയാ വില, ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അവസാനം പിന്നെ നമുക്ക് ബോധം വന്നു. പിന്നെ നമ്മൾ ഈ പെട്ടി എടുക്കാൻ പോയി. പെട്ടിയൊക്കെ കിട്ടി, ഹാമ്പർ ബോക്സ് കിട്ടി. പിന്നെ അത് അറേഞ്ച് ചെയ്യണമെന്നായി. അപ്പം നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യുന്നത്. ഇത് ഫസ്റ്റത്തെ ഇതാണ്, അറേഞ്ച് ചെയ്യുന്നതാണ്. ശരിക്കും ഇങ്ങനെയല്ല അറേഞ്ച് ചെയ്തത്, ഇത് ഫസ്റ്റത്തെ. കുറേ പ്രാവശ്യം ഒരു 5-6 തവണ അറേഞ്ച് ചെയ്തിട്ടാണ് ഒരു മെനക്കൊരു സാധനം കിട്ടിയത്. ഇത് ഫസ്റ്റത്തേതാണ്. എല്ലാം ഇങ്ങനെ വീഡിയോ എടുത്തെടുക്കാനാവില്ലല്ലോ, അതുകൊണ്ട് ഇത് ഫസ്റ്റത്തെ ഇത് വീഡിയോ എടുത്ത് വെച്ചതാണ്. ഇത് ഇങ്ങനെയല്ല നമ്മളാക്കിയത്, വേറെ രീതിയിലാണ്. ഇത് ഫസ്റ്റത്തേതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ലെറ്ററൊക്കെ എഴുതി. അവളമ്മ പറഞ്ഞ ലെറ്റർ വെക്കണം, ഏതാണേ കുറേ ഉണ്ട്, ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ എഴുതിക്കോന്ന് പറഞ്ഞ് ഞാൻ ഒരു ChatGPT നിന്ന് ലെറ്റർ എടുത്ത് എഴുതി, ഒരു ഡയറി മിൽക്കൊക്കെ പിൻ ചെയ്ത് അതിൻ്റെ കൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ സെറ്റായി. പിന്നെ നമ്മൾ ജ്യൂസ് കുടിക്കുന്നത്, ഈ ജ്യൂസൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളവിടെ ഒരു അമ്പലമുണ്ട്. നമുക്ക് അമ്പലത്തിൻ്റെ മറ്റേ ചോറൊക്കെ കൊടുക്കുന്ന സ്ഥലമില്ല, അവിടെ ഭയങ്കര തിരക്ക്. ചേച്ചിമാരെന്തോ കവറിലാക്കി പോകുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെന്നാ ഇതെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകാൻ, ഫുഡാണെന്ന് വിചാരിച്ച് പോകാൻ നോക്കുമ്പോൾ ഓല് പറഞ്ഞു അല്ല ഇതെന്തോ വാഴക്കൊലയോ എന്തോ അങ്ങനെ എന്തോ കൊടുക്കുന്ന, വാഴത്തയ്യോ ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ പിന്നെ നമ്മൾ അമ്പലക്കുളത്തിൻ്റെ അവിടെ ഇരുന്ന് കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് കണ്ടംകളിയൊക്കെ കണ്ട്, പിന്നെ ഒരു ചങ്ങായി മാങ്ങ പറിക്കുന്നുണ്ട്, അതൊക്കെ നോക്കി അങ്ങനെ സമയം പോക്കി. പിന്നെ ഒരു 6-6:30 അപ്പം